കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ വോട്ടു തേടിയെത്തിയ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞു. ക്യാമ്പസിൽ സംഘർഷം. SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും ഏറ്റുമുട്ടി. പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. സ്പോർട്സിൻ്റെ ഉദ്ഘാടനമായിരുന്നു, സ്പോർട്സിൻ്റെ ഇനാഗുറേഷൻ, അതായത് സമ്മാനദാന ചടങ്ങ്. ഞങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രിൻസിപ്പാളാണ് ഉദ്ഘാടനം. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഇന്നലെ പോയി ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഞാനാണ് ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം കാണുന്നതെന്ന് വെച്ചാൽ രാവിലെ നമ്മളോട് പറയുമ്പം അവർ കൊടിതോരണങ്ങളുമായിട്ട് അവർക്കുള്ള കാൻഡിഡേറ്റ് വരുന്നൊരു അവസ്ഥയിലോട്ടാണ്. പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നൊരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. അപ്പം അതിനെതിരെ നമ്മളൊന്ന് തടയാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടുന്ന് ഒരുപാട് ലോക്കൽസ്, ഒരു ക്യാമ്പസിൻ്റെ അകത്ത് ലോക്കൽസ് അങ്ങനെ അധികം കയറിക്കൂടാന്ന് ഇതുണ്ട്. പക്ഷേ അവർ ഒരുപാട് ലോക്കൽസ് വന്നിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായത്. വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് അരുൺരാജാണ് ചേരുന്നത്. അരുൺരാജ്, സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെ പറയുന്നത് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അത്ര സൗഹൃദമുണ്ട്, പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് പ്രശ്നം എന്നായിരുന്നു ചോദ്യം. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ക്രിസ്റ്റിന, തീർച്ചയായും കഴിഞ്ഞ മുൻവർഷത്തെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിന്ന് വ്യത്യസ്തമാണ് കൊല്ലത്തെ സാഹചര്യം. കാരണം ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്പരം ഒരു പോര് വിളിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പരസ്പരം അപമാനിക്കുന്ന തരത്തിലുള്ള സാഹചര്യമോ ഒന്നും തന്നെ നിലവിലില്ല. വളരെ സൗഹൃദത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇതുവരെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇന്ന് കൊല്ലം ചന്ദനത്തോപ്പ് ITയിലെത്തിയ NDA സ്ഥാനാർത്ഥി കൂടിയായ കൃഷ്ണകുമാർ ജിയെ ഈ SFIയുടെ പ്രവർത്തകർ തടഞ്ഞത്. അത് SFIയുടെ പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ സ്പോർട്സ് ഡേയുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ ഉദ്ഘാടകനായ കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നതാണ് തങ്ങൾ തടയാനുള്ള കാരണമെന്നാണ്. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് വോട്ട് തേടുന്നതിന് വേണ്ടിയാണ് താൻ ക്യാമ്പസിലെത്തിയത്. ക്യാമ്പസിലെത്തുന്ന സമയത്ത് തന്നെ SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവുകയായിരുന്നു. വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കയ്യേറ്റം ചെയ്യാൻ പോലും SFI മുതിർന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും അടക്കം കൃഷ്ണകുമാർ നിലവിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കൃഷ്ണകുമാറിന്റെ തന്നെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലൂടെ പോലീസ് എത്തിയാണ് ഈ പ്രവർത്തകരെ ശാന്തരാക്കിയത്. SFI ABP സംഘർഷത്തിലേക്കടക്കം അവിടെ കാര്യങ്ങൾ പോയിരുന്നു. കാരണം യൂണിയൻ ഭരിക്കുന്നതിൽ SFIയും ABVPയും തുല്യ സീറ്റ് വീതമാണുള്ളത്. അതുകൊണ്ട് തമ്മിലൊരു മത്സരം നേരത്തെ തന്നെ ഈ ക്യാമ്പസിൽ വിശദാംശങ്ങൾ നൽകിയത്.